ഇത്രയും പറഞ്ഞിട്ട് ചില കണ്ടീഷൻസ് സഭ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത്തെ കാര്യം, സഭ അനുകൂലിക്കാത്ത ഒരു തരം ദഹിപ്പിക്കലുണ്ട്. എന്താണ് അനുകൂലിക്കാത്ത ദഹിപ്പിക്കൽ എന്ന് പറയുന്നത്? ഒരാൾ പറയുകയാണ്, എന്നെ അടക്കണ്ട, ദഹിപ്പിച്ചാൽ മതി, കാരണം ആത്മാവുമില്ല, ശരീരത്തിൻ്റെ ഉയർപ്പുമില്ല, ഇതൊക്കെ ചുമ്മാ പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നല്ല എന്ന് പറഞ്ഞ് സഭയെ ചലഞ്ച് ചെയ്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് എന്നെ ദഹിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസമുണ്ടെന്ന് കരുതപ്പെടുന്നവരുടെ ദഹിപ്പിക്കൽ സഭ ഔദ്യോഗികമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പം അങ്ങനെ സഭയെ ചലഞ്ച് ചെയ്ത്, ഉയർപ്പിനെ ചലഞ്ച് ചെയ്ത്, ആത്മാവിൻ്റെ നിത്യരക്ഷയെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു കഥയില്ല, അതുകൊണ്ട് എന്നെ ദഹിപ്പിച്ചാൽ മതി എന്ന് പറയുന്നവരുടെ ദഹിപ്പിക്കൽ സഭയ്ക്ക് സ്വീകാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല, തോന്നുകയുമില്ല. അത് ഒഴിവാക്കിയാൽ മറ്റ് സാഹചര്യങ്ങളിൽ ഈ ദഹിപ്പിക്കൽ പ്രക്രിയ സഭയ്ക്ക് വിരോധമില്ലാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലും ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഒന്ന്, ഈ ദഹിപ്പിച്ചതിന് ശേഷം ശേഖരിക്കുന്ന ചാരം ഏതെങ്കിലും സെമിത്തേരിയിലോ അല്ലെങ്കിൽ പൂജ്യമായി സഭ നിശ്ചയിക്കുന്ന പൂജ്യമായ സ്ഥലത്തോ നിക്ഷേപിക്കേണ്ടതാണ്. ആചാരപൂർവ്വം പൂജ്യമായിട്ട് നിക്ഷേപിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ വിതറാനോ കടലിലോ പുഴയിലോ വിതറാനോ ആകാശത്തേക്ക് വിതറാനോ ഒന്നും പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ചാരം ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സുവനീർ എന്ന വണ്ണം മാലയുടെ ലോക്കറ്റിലോ അല്ലെങ്കിൽ മുറിയിലെ ഒരു ചെറിയൊരു ഒരു മെമൻറ്റോയിലോ സൂക്ഷിക്കാനായിട്ട് പാടില്ല. മറിച്ച് ചാരം മൊത്തത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് നിക്ഷേപിക്കുകയാണ് വേണ്ടത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, വീടുകളിൽ സൂക്ഷിക്കാവോ? ചില സംസ്കാരങ്ങളിൽ അങ്ങനെ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം. പൊതുവായിട്ട് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടാറില്ല, ആരും ആവശ്യപ്പെടാറുമില്ല. ഇനി അഥവാ ആവശ്യപ്പെട്ടാൽ ചില സംസ്കാരങ്ങളിൽ പക്ഷേ അവരത് പൂജ്യമായിട്ട് സൂക്ഷിക്കുന്ന പതിവുണ്ടെങ്കിൽ സഭ അതിന് തടസ്സം നിൽക്കുന്നതല്ല, ആ സംസ്കാരങ്ങളിൽ അതിനുള്ള അനുവാദം കൊടുക്കുന്നതാണ്. പക്ഷേ അവിടെയും ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഭവനത്തിൽ അത് പൂർണ്ണമായിട്ടും സൂക്ഷിക്കണം. അതല്ലാതെ ഈ മരിച്ചയാൾക്ക് 4 മക്കളുണ്ട്, ഈ 4 പേർക്കുമായിട്ട് വിഭജിച്ച് കൊടുത്ത് 4 പേരുടെയും വീട്ടിൽ കുറേശ്ശെ ചാരം പൂജ്യമായിട്ട് സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള പതിവുകൾ വിഭജിക്കപ്പെടാനായിട്ട്, കാരണം ഏക മനുഷ്യനാണ്, ഏക ശരീരമാണ്, അത് ഏക സ്ഥലത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് സഭയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇത് വിഭജിക്കാൻ പാടില്ല, വിതറാനായിട്ട് പാടില്ല, ലോക്കറ്റിൽ കൊണ്ടു നടക്കാനായിട്ട് പാടില്ല. സഭ നിശ്ചയിക്കുന്ന, ഒന്നില്ലെങ്കിൽ സെമിത്തേരിയിൽ അല്ലെങ്കിൽ സഭ നിശ്ചയിക്കുന്ന ഓരോ ഓരോ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് നിശ്ചയിക്കുന്ന സ്ഥലത്ത് പൂജ്യമായിട്ട് അടക്കം ചെയ്യപ്പെടുന്നു.